സോ ഗൈസ് കുറേ കൂട്ടുകാരാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാണ് ബ്രോ നമ്മുടെ ഗെയിമിലേക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ, അപ്ഡേറ്റിൽ എന്തൊക്കെ ഐറ്റംസാണ് ആഡായെന്ന് കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാണ്. അപ്പോൾ ഗൈസ് അതിനുള്ള മറുപടിയാണ്. കാരണം അപ്ഡേറ്റിൽ വന്നതിൽ ഒന്നും ആഡായിട്ടൊന്നുമില്ല ഗൈസ്, നമ്മുടെ ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അപ്ഡേറ്റ് കഴിഞ്ഞ് ഞാൻ ഒരു ലിങ്ക് ലോഡ് ചെയ്തപ്പോൾ കാണുന്നതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഞാനാണെങ്കിൽ ബഗ്ഗായി നിൽക്കുവാണ്. അതുപോലെ തന്നെ ഫയർ ചെയ്യുമ്പോൾ വേറെ ഏതോ സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നത്. എന്തായാലും ബഗ് ഫിക്സ് ചെയ്യുന്നതൊക്കെയാണ് ഗൈസ് അവർ പറയുന്നത്. അതിന് മുമ്പ് ഗൈസ് ഞാൻ വേറൊരു ഐറ്റം കൂടെ കാണിച്ചു തരാം നിങ്ങളെ. അതുപോലെ തന്നെ കുറേയധികം ഐറ്റംസ് നമ്മുടെ ഗെയിമിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കുതിരവണ്ടി വരുന്നതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പറഞ്ഞു തന്നാണ്. അപ്പോൾ ഗൈസ് അതിന് ചാൻസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് പിക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ന്യൂവായിട്ടുള്ളൊരു സിറ്റി വരുന്നുണ്ട്, ഒരു മാജിക്കൽ സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഗീസ്. ആ ഒരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഗീസ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ഇവിടെ കുതിരവണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഗീസ്. എന്തായാലും ഗീസ് എല്ലാ കൂട്ടുകാരും മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക. എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗീസ് ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ആലോചിക്കുന്നുണ്ടായിരിക്കും ബ്രോ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് പറ്റുന്നതെന്ന്. അപ്പോൾ ഗീസ് ഇതിനൊരു ലിങ്ക് വേണം. ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് കയറിയിട്ട് ആ ലിങ്ക് കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ഗെയിമിലേക്ക് കയറുക. അപ്പോൾ ഗീസ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മാത്രമേ ഗീസ് നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് നമ്മുടെ ഗെയിമിലേക്ക് വർക്കാവുള്ളൂ. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ കൂട്ടുകാർക്കാണെങ്കിൽ ആ ലിങ്ക് ലോഡാകാനായിട്ട് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ ഗീസ് നിങ്ങൾ വീടിന് പുറത്തിറങ്ങി ഒന്ന് ലോഡ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ അത് വർക്കാകുന്നതായിരിക്കും. കുറേ കൂട്ടുകാർക്ക് നമ്മൾ വീടിനകത്ത് വെച്ച് ലോഡ് ചെയ്യുമ്പോൾ പറ്റുന്നില്ല. നിങ്ങൾ വീടിന് പുറത്തിറങ്ങി വരിക, അതാണ് കുറച്ച് നല്ല രീതിക്ക് എനിക്ക് തോന്നിയത്. കാരണം ചിലപ്പോൾ അകത്ത് നിന്നൊരു ബഗ് കാരണമായിരിക്കും ഗീസ് അങ്ങനെ വരുന്നത്. അത് നേരെ നിങ്ങൾ നെറ്റ് ഓണാക്കുക. നെറ്റ് ഓണാക്കിയാൽ മാത്രമേ ഗീസ് ഈ ഒരു ലിങ്ക് നമ്മുടെ ഗെയിമിലേക്ക് ലോഡാവുള്ളൂ. എന്നിട്ട് നേരെ ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അങ്ങനെ പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഫയൽ ലോഡാണെന്നും പറഞ്ഞ് വരുന്നതായിട്ട് എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗണ്ണെടുത്ത് ഫയർ ചെയ്യുമ്പോൾ ഇതൊരു ബഗ്ഗാണ് ഗീസ്. ഇപ്പോൾ നമ്മുടെ ഇടയ്ക്കൊരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലേക്ക് വന്നായിരുന്നു. ഇന്ന് രാവിലെ വന്നതാണ്. എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചേക്കുക. കുറേ കൂട്ടുകാർ അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ ഗീസ് ആ അപ്ഡേറ്റിൽ ബഗ്ഗെല്ലാം ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. പക്ഷേ ബഗ്ഗൊന്നും ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ആ ഒരു ലിങ്ക് ലോഡ് ചെയ്തപ്പോൾ തന്നെ വേറെ ഏതോ ഒരു ബഗ് കയറി വന്നതാണ്. അതൊക്കെ വിടുക ഗീസ്. എന്തായാലും നിങ്ങൾ അത് കഴിഞ്ഞ് ലോഡ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറുക. അപ്പോൾ ഇതിൻ്റെ നേരെ നിങ്ങൾ വെളിയിലേക്ക് പോകണം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഫ്രണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയിൽ തന്നെ കുറേയധികം ഐറ്റംസ് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഈ ഒരു ലിങ്ക് ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ നമ്മുടെ കുതിരവണ്ടി എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് പ്രോപ്സ് വെച്ച് ചെയ്തൊരു വണ്ടിയാണ്. ഈ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുതിരേനെ കുളിച്ച് നിങ്ങൾ നേരെ നിർത്തുവാണെങ്കിൽ നമുക്ക് കുതിരവണ്ടിയായിട്ടൊക്കെ തോന്നും ഗൈസ്. എന്തായാലും കൊള്ളാം, ഒരു കിടിലം പോലത്തെ ഒരു ഐറ്റമാണ്. ഇത് ചെയ്ത ബ്രോ ആണെങ്കിൽ നല്ല രീതിക്ക് ഇതിൻ്റെ അകത്ത് പണിതിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള കൂട്ടുകാരാണ് ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയിലൂടെ അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ലോഡ് ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇനി റിപ്പീറ്റായിട്ട് പറയേണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് കുറച്ച് അപ്ഡേറ്റ് വരുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ പറഞ്ഞതാണ്. നമ്മുടെ ഗെയിമിലേക്ക് കുറച്ച് അപ്ഡേറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ കഴിഞ്ഞിടക്ക് നിങ്ങളുടെ പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ഗെയിമിലേക്ക് ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എത്ര കൂട്ടുകാർ അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് അവിടെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചേക്കുക. കാരണം ഭൂരിഭാഗം ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ചെയ്ത് വെച്ചേക്കാം. എന്നാലും നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പം നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒന്നും എല്ലാ കൂട്ടുകാരും ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ അപ്ഡേറ്റിൽ പ്രത്യേകിച്ചൊന്നും ആഡായിട്ടില്ല. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു റാമ്പ് ആഡാകാൻ പോകുന്നതിനെ പറ്റി ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് ഒരു റൂമർ കേൾക്കുന്നുണ്ട്. ജസ്റ്റ് ആ റാമ്പിൻ്റെ പിക്ക് ഞാനൊന്ന് സ്ക്രീനിൽ വെച്ചേക്കാം. ഈ ഒരു മോഡലിൽ റാമ്പായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ട് ആഡാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വിചാരിക്കും ബ്രോ ഇതെങ്ങനെയാണ് ആഡാകുന്നത്, ഏലം വഴിയാണ് വരാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പ്ലഗിങ് ആപ്പിലെ മിഷൻസ് ഇല്ലേ, അതിലായിരിക്കും നമ്മുടെ ആ ഒരു റാമ്പ് ആഡാകാനായിട്ട് പോകുന്നത്. എന്തായാലും ആ ഒരു റാമ്പ് നല്ല രീതിക്കൊരു ബിൽഡ് ചെയ്തൊരു റാമ്പാണ്. കാരണം നമ്മുടെ ഗെയിമിലുള്ള റാമ്പൊന്നും അല്ല ഗീസ്. അത് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ക് കൂടെ ഞാൻ സ്ക്രീനിൽ വെച്ചേക്കാം. എന്തായാലും ഈ സ്കിഡിലും പോലത്തെ ഒരു റാമ്പാണ്. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ആ ഒരു റാമ്പ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ
അതിൻ്റെ അകത്ത് ഓരോ റാമ്പും ഇങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്ന രീതിക്ക് വരാനായിട്ടും ചാൻസ് ഉണ്ട്. എന്തായാലും അതെല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. പിന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ വെറുതെ എന്തിനാണ് അപ്ഡേറ്റ് വന്നത്, വല്ല ഐറ്റംസും ആഡാക്കി കൂടായിരുന്നോ, ഞങ്ങൾ കാളവണ്ടി ആഡാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് കുറേ കൂട്ടുകാർ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്ഡേറ്റ് വന്നത് ആ ബഗ് ഫിക്സ് ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ പ്ലഗിങ് ആപ്പ് വഴി ആയിരിക്കാം ചിലപ്പം നമ്മുടെ ആ ഒരു കാളവണ്ടി നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ RGS എന്ന് പറഞ്ഞൊരു ടൂൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഗൈസ്, അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് കാളവണ്ടി വരാനായിട്ട് പോകുന്നത്. എന്തായാലും കാളവണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന കുറേയധികം കൂട്ടുകാരുണ്ട്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കാളവണ്ടിയൊക്കെ നമുക്ക് ഇനിയൊരു അപ്ഡേറ്റിലൂടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നലെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലേക്ക് ഒരു സിറ്റി ആഡാകുന്നുണ്ടെന്ന്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തതാണ്. എന്തായാലും അതൊന്നും കാണാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഒരു സിറ്റി ആഡാകുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഒരു മാജിക്കൽ സിറ്റി ആടാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വിചാരിക്കും ബ്രോ അതെന്താണ് ആ മാജിക്കൽ സിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊന്ന്. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഞാൻ ആ സിറ്റിയുടെ ഒരു അതെങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ സ്ക്രീനിൽ വെക്കാം. എന്തായാലും ഗൈസ് ഈ ഒരു രീതിക്കായിരിക്കും ആ ഒരു സിറ്റി വരുന്നത്. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കാണും. മാജിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് ഇതിൻ്റെ അകത്ത് നടക്കുകയും ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഗൈസ് ഒരു ഞാനിപ്പോൾ എന്നാ പറയുക, ഒരു അത്ഭുതങ്ങളുള്ള ഒരു ദ്വീപ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു മാജിക്കൽ സിറ്റിയാണ് ഗീസ് വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഒരു ദ്വീപാണൊക്കെ ചിലപ്പോൾ കൊണ്ടുവരുന്നത്. എന്തായാലും കൊള്ളാം ഗീസ്, കിഡിലും പോലത്തെ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഡെവലപ്പർ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് ആടുകയാണെങ്കിൽ പക്കയായിരിക്കും. ജസ്റ്റ് അതിൻ്റെ റൂമേഴ്സ് നമുക്ക് കുറേയധികം കിട്ടിയായിരുന്നു. അത് കാരണം ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്ത് ഒരു മാജിക്കലിൻ്റെ തീമാണ് ഞാൻ ഇവിടെ കാണിക്കാം ഗീസ്. ഞാൻ ഒരു പിക്ക് വെച്ചേക്കാം സ്ക്രീനിൽ. ഇതിൻ്റെ അകത്ത് നമ്മുടെ കാറിന് ചുറ്റും ഒരു പച്ച കളറിലൊരു മാജിക്കലായിട്ടുള്ളൊരു ഐറ്റം പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഗീസ് ഈ ഒരു മോഡൽ നമ്മുടെ ഇതിലേക്ക് ഒരു ദ്വീപ് കണക്ക് കൊണ്ടുവരും ഗീസ്. നമ്മുടെ സിറ്റിയിലല്ല, ജസ്റ്റ് ഇതൊരു മോഡലാണ് ഞാൻ കാണിച്ചു തന്നത്. നമ്മുടെ സിറ്റിയിലേക്ക് വരുമോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കോഡ് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു മാജിക്കൽ ഐറ്റമൊക്കെ വരുമായിരിക്കും. അല്ലാതെ ഗീസ് വരത്തില്ല. ഇതൊരു മാജിക്കൽ സിറ്റി ആയിട്ട് നമ്മുടെ ഡെവലപ്പർ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ കൂട്ടുകാരും വിചാരിക്കും ബ്രോ അതിൻ്റെ അപ്ഡേറ്റ് എന്നായിരിക്കും വരുന്നതെന്ന്. അപ്പോൾ ഗീസ് ഉറപ്പായിട്ട് ഈ അടുത്തിടെ ഒന്നും വരാനായിട്ട് ചാൻസ് ഇല്ല. കാരണം അതിൻ്റെ മോഡലിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ ഗീസ്. എന്തായാലും വർക്ക് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മുടെ ഡെവലപ്പർ ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് ആടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ആ ഒരു സിറ്റി തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അതിന് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെ പിക്കൊക്കെ കിട്ടുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അതൊന്നും മിസ്സാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇന്ത്യൻ ബൈറ്റ് കളിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ കുറേയധികം ഐറ്റംസ് നമ്മുടെ ഗെയിമിലേക്ക് ഇനിയും ആടാനായിട്ട് പോകുന്നുണ്ട്. കുറേ കൂട്ടുകാർ എൻ്റെ ഒന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ എനിക്ക് പല ലിങ്കും ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതിൻ്റെ എന്താണ് കാരണം, അതൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ ഈ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റ് ഓപ്ഷൻ ചില ഫോണിലൊക്കെ വർക്കാവുന്നുള്ളൂ. ഇപ്പോഴത്തേക്കും ഞാൻ അറിയാനായിട്ട് കഴിഞ്ഞത് ചില ഫോണിലൊക്കെ വർക്കാവുന്നുള്ളൂ. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും നമ്മുടെ വീടിന് വെളിയിൽ വന്ന് ലിങ്ക് ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. ചിലപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണമായിരിക്കും പലർക്കും വീടിൻ്റെ അകത്ത് നിന്ന് ലോഡ് ചെയ്യുമ്പോൾ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു ബഗ് ഉണ്ട് ഗൈസ്. അത് ഫിക്സ് ആക്കിയെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. ഇപ്പം അങ്ങനെ ചെയ്തിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ചില കൂട്ടുകാർക്ക് പറ്റാത്തവരും കാണും. ചിലപ്പോൾ നമ്മൾ വീടിനകത്ത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബഗ് വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഗൈസ് ഒരു ഐറ്റം കൂടെ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റി പറയാനായിട്ട് ഞാൻ വിട്ടുപോയതാണ്. ജസ്റ്റ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. നമ്മുടെ പോലീസ് NPC നമ്മുടെ ഗെയിമിലേക്ക് ആടാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രോ ഇപ്പോൾ നമ്മുടെ ഗെയിമിലുള്ള പോലീസ് NPC പോലെ ആയിരിക്കുമോ എന്ന്. അപ്പോൾ ഗൈസ് അങ്ങനല്ല. ജസ്റ്റ് അതിൻ്റെ ഒരു തീം ഞാൻ സ്ക്രീനിൽ വെക്കാം. എന്തായാലും ഈ ഒരു പിക്ക് നമുക്ക് ലീക്കായിട്ട് കിട്ടിയതാണ്. ചിലപ്പം ഈ ഒരു തീമിലായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് NPC വരാനായിട്ട് പോകുന്നത്. പിന്നെ ഗൈസ് വേറൊരു ഓപ്ഷൻ കൂടെ വരാനായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ജസ്റ്റ് ഞാൻ അറിഞ്ഞത് മാത്രമാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ NPCസിനെയൊക്കെ കില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വാണിംഗ് സ്റ്റാറൊക്കെ വന്നിട്ട് നമ്മുടെ ഗെയിമിലേക്ക് പോലീസ് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഗൈസ് അതിൻ്റെ കൂടി ഇനി ഹെലികോപ്റ്ററിലും പോലീസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു സെക്ഷനും കൂടെ നമ്മുടെ ഡെവലപ്പർ ചിലപ്പോൾ നമ്മുടെ അപ്ഡേറ്റിൽ ആഡാക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് വരുവാണെങ്കിൽ നമ്മുടെ ഗെയിം കുറച്ചുകൂടെ ഹൈപ്പിലേക്ക് പോകും. എന്തായാലും ഗീസ് പക്ക ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗീസ് ഇതൊരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടാനാണ് ഓടിപ്പോൾ ഇന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ ഗീസ് എന്തൊക്കെ ഐറ്റംസാണ് നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് പോകുന്നതെന്ന്.
അതുപോലെ തന്നെ കുതിരവണ്ടി എടുക്കേണ്ട ലിങ്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കയറി ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ പ്രോപ്സ് ചെയ്ത കുതിരവണ്ടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ, ടേക്ക് കെയർ.